അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പോളണ്ടിലേക്കുള്ള വിസ അടിച്ചു. ഏകദേശം 1 വർഷം ആവാനായി വർക്ക് പെർമിറ്റൊക്കെ വന്നിട്ട്. പക്ഷേ VFSൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ നല്ല ഡിലേ ആണ്, അറിയാലോ. അങ്ങനെ കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് എനിക്ക് ചെന്നൈയിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അവിടെ പോയി ഡോക്യുമെൻ്റൊക്കെ സബ്മിറ്റ് ചെയ്തു. പക്ഷേ 7 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും പാസ്പോർട്ട് വന്നപ്പോൾ റിജക്ഷൻ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. റിജക്ഷൻ റീസൺ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ അക്കോമഡേഷൻ്റെ കാര്യത്തിൽ അവർക്ക് ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അക്കോമഡേഷൻ പ്രോപ്പർ അല്ല എന്നുള്ളതായിരുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോൾ വരുന്ന കൂടുതൽ റിജക്ഷൻ്റെ റീസണും ഇത് തന്നെയാണ്. നമ്പർ 10 ആണ് റിജക്ഷൻ്റെ റീസൺ. റിജക്ഷൻ വന്നതിന് ശേഷം അപ്പീലിന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പാസ്പോർട്ട് റിസീവ് ആയതിനു ശേഷം 14 ദിവസത്തിനുള്ളിൽ നമുക്ക് അപ്പീൽ പോകാം. 14 ദിവസമാണ് അതിനുള്ള ടൈം തന്നേക്കുന്നത്. അപ്പീലിന് പോകുമ്പോൾ വേറെ അപ്പോയിൻമെൻറ്റ്സ് കാര്യങ്ങളൊന്നും എടുക്കണ്ട. നമുക്ക് ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് ഏത് VFSൽ വേണമെങ്കിലും അപ്പോയിൻമെൻറ്റ് നമുക്ക് പോകാവുന്നതാണ്. അതുപോലെ തന്നെ VFS ചാർജ് അപ്പീലിന് പോകുമ്പം ഒന്നുകൂടെ അടയ്ക്കേണ്ടി വരുന്നുണ്ട്. ഞാൻ അപ്പീലിന് പോയത് ബാംഗ്ലൂരാണ്. എനിക്ക് നിയറസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ബാംഗ്ലൂർ ആയതുകൊണ്ട് അപ്പീലിന് പോയത് ഞാൻ ബാംഗ്ലൂരാണ്. ഈ മാസം 6-ാം തീയതി ബാംഗ്ലൂർ VFSൽ വെച്ചിട്ടാണ് ഞാൻ അപ്പീലിന് പോയത്. അക്കോമഡേഷൻ്റെ സപ്പോർട്ടിങ് ഡോക്യുമെൻ്റൊക്കെ വെച്ച് അവിടെ ബാംഗ്ലൂർ കൊണ്ട് സബ്മിറ്റ് ചെയ്തു. അങ്ങനെ ഫൈനലി 14-ാം തീയതി വിസ അടിച്ച പാസ്പോർട്ട് കൈ കിട്ടി. അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വിസ അടിക്കുന്നതിൽ ഒരു 90% ഇപ്പോൾ അപ്പീൽ കൊടുക്കുമ്പോഴാണ് കിട്ടുന്നതെന്നാണ്. അതുപോലെ ക്യാഷ് കൊടുത്ത് ഡേറ്റ് എടുക്കുന്നവരൊക്കെ വാലിഡായിട്ടുള്ള ഡോക്യുമെൻ്റ് വെച്ച് സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അവിടുത്തെ അക്കോമഡേഷൻ്റെ ഫോട്ടോസൊക്കെ അറ്റാച്ച് ചെയ്തതിൻ്റെ നല്ലതായിരിക്കും സപ്പോർട്ടിങ് ഡോക്യുമെൻ്റായിട്ട്. ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഏതൊക്കെ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഇടുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്ന് മെസ്സേജ് അയച്ചാലും മതി. എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം.